ഗസ്റ്റ് ആയിട്ടൊക്കെ വരുന്നുണ്ട്. അപ്പം അത്തരത്തിലെ കോളുകളൊക്കെ വന്നിരുന്നു. അല്ല, ഒന്നാമത് നമ്മൾ ഗസ്റ്റായിട്ട് ചെല്ലണമെങ്കിൽ അത്യാവശ്യം അടിയിടി ഉണ്ടാക്കാൻ അറിയാവുന്നവരായിരിക്കും. ഞാൻ അങ്ങനത്തെ ഒരു ടൈപ്പ് അല്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം. അതുകൊണ്ട് എന്നെ വിളിക്കാൻ ചാൻസ് ഇല്ല. വേണ്ടായിരുന്നു. വിളിച്ചാൽ പോവോ? എല്ലാവർക്കും ഇഷ്ടമുള്ള പ്ലാറ്റ്ഫോം അല്ലേ. ഇപ്പൊ ഈ സീസണിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാള് എന്താ സംഭവം എന്നറിയാം. ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് കാണാറില്ല. കാണാണ്ട് നമ്മൾ ഒരാളുടെ ഗെയിം വിലയിരുത്തുന്നത് അകത്തുള്ളവരിൽ പരിചയം ഉണ്ടായിരുന്നവർ ഉണ്ടോ ഇതിനു മുമ്പ്? അപ്പാനി സുഹൃത്താണ്, പിന്നെ ജിഷിനും സുഹൃത്തായിരുന്നു. ബാക്കി ആരെയും TV കണ്ടിട്ടൊക്കെ ഉള്ള പരിചയം. അറിയാം. അനുമോളെ ഇതിനു മുമ്പ് പരിചയമില്ല? അനുമോളായിട്ടൊന്നും ഇല്ല, ഞാൻ നേരിട്ട് പരിചയമില്ല. സ്റ്റാർ മാജിക് ഒക്കെ കണ്ടുള്ള പരിചയം. ഇപ്പം 7th സീസൺ 7ന്റെ മണി ഇപ്പം നിങ്ങളൊക്കെ ഉണ്ടായിരുന്ന സീസണെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഭയങ്കര ഡിഫറെൻ്റ് ആണ്, അല്ലെങ്കിൽ വേറെ ഇതുവരെ? അതല്ല, ആക്ച്വലി കുറച്ചും കൂടി ഈ സീസണിലെ ആൾക്കാർക്ക് കളിക്കാൻ എളുപ്പം. കാരണം പുറത്തുനിന്ന് വരുമ്പോൾ എല്ലാ ഹിൻറ്റും കിട്ടുന്നുണ്ട്. നമ്മുടെ സീസണിലൊക്കെ പുറത്ത് എന്താ നടക്കണമെന്ന് പോലും അറിയാണ്ട് കളിച്ചുകൊണ്ടിരുന്നത്. ഇതിപ്പം ഏത് വയക്കാട് വന്നാലും അവർക്ക് എല്ലാ കഥകളും അറിയുന്നുണ്ട്. അപ്പം നമ്മുടെ ഗെയിം മോശമാണെന്നുണ്ടെങ്കിൽ മാറ്റി കളിക്കാനുള്ള അവസരം കിട്ടുന്നുണ്ട്. ആ ഒരു വ്യത്യാസം എനിക്ക് തോന്നിയത്. അതുകൊണ്ട് പിടിച്ചു നിൽക്കണം അനുമോളെ ആൾക്കാർക്ക് ഇഷ്ടമുള്ളത് കൊണ്ട് പിടിച്ചു നിൽക്കുന്നു. ഈ വൈൽഡ് വന്നില്ലേ ഏറ്റവും മോശം കണ്ടസ്റ്റന്റ് മസ്താനിന്നൊക്കെ പറയുന്നത്. ഒരാഴ്ചക്കുള്ളിൽ നിന്നുമില്ല, 2 ആഴ്ച. ഭയങ്കര സൈബർ പുള്ളിയൊക്കെ ഇപ്പോൾ കിട്ടുന്നുണ്ട്. സൈബർ പുള്ളി നേരിടും. അത് ആക്ച്വലി പുള്ളിക്കാരി തന്നെ പറയുന്നുണ്ടല്ലോ, പുള്ളിക്കാരിയുടെ ഗെയിം നെഗറ്റീവായിരുന്നു. ഇപ്പം എല്ലാവർക്കും അബദ്ധം പറ്റില്ലേ, പറ്റിപ്പോയി. ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ഇനിയിപ്പം കഴിഞ്ഞു, ഗെയിം കഴിഞ്ഞല്ലോ, അതവിടെ തീരാവുന്നേ ഉള്ളൂ. പിന്നെ പുറകെ നടന്ന് എന്തിനാണ്? കാരണം ഞാനും അങ്ങനെ നേരിട്ടൊരു വ്യക്തിയാണ്. അതുകൊണ്ട് എനിക്ക് അറിയാം അതിൻ്റെ ഒരു വേദന. അഭിലാഷ് നേരത്തെ പോയത് സോറി, എനിക്ക് ഞാൻ പറഞ്ഞില്ല, ഞാൻ കാണാറില്ല. അതുകൊണ്ട് എനിക്ക് അറിയില്ല ആരൊക്കെ ടോപ്പ് 5 വരണം എന്ന് എനിക്ക് അറിയില്ല. ബിഗ് ബോസ് സീസൺ 7ന്റെ ഒരു സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ആ ഒരു നിലവാരം എത്രത്തോളം ആണെന്നാണ് കരുതുന്നത് മുമ്പുള്ള സീസണൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ? നിലവാരത്തിന്റെ അല്ല, ഓരോ സീസണും ഡിഫറെന്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണല്ലോ എല്ലാവർക്കും. പക്ഷേ ഈ ഒരു സീസൺ എനിക്ക് തോന്നിയിട്ടുള്ളത് ടാസ്കുകൾ പലർക്കും ഒന്നും മനസ്സിലാവാണ്ട് കൊളാവുന്നല്ല, നിന്നു പോണു പല ടാസ്കുകൾ. അപ്പം അത് മനസ്സിലാക്കി പലരും കളിക്കുന്നില്ല. ബാക്കി എല്ലാ സീസണിലും അത്യാവശ്യം നമ്മുടെ സീസണിൽ ഒരു ടാസ്ക് നിന്ന് പോയിട്ടുണ്ട്. അത് സ്റ്റാർട്ടിങ്ങിലുള്ള ടാസ്ക് മാത്രമേ നിന്ന് പോയിട്ടുള്ളൂ. അപ്പം ആ ഒരു പ്രശ്നം മാത്രം. പിന്നെ പരസ്പരം ഒരു സ്നേഹക്കുറവുള്ള പോലെ ഫീൽ ചെയ്തു. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കോമ്പറ്റീഷൻ പോലെ ഫീൽ ചെയ്തു. നമ്മുടെയൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടാസ്ക് സമയത്തൊക്കെ എല്ലാവരും ഒറ്റക്കെട്ടായിരുന്നു. അതുവരെ അടിയിടിയും ബഹളമൊക്കെ ഉണ്ടാവും. പക്ഷെ ആ ഒരു ടൈം ആകുമ്പോൾ, കാരണം നമുക്ക് ലക്ഷറി പോയിന്റ് കിട്ടണം. ലക്ഷറി പോയിന്റ് കിട്ടിയാലേ നമുക്ക് എന്തെങ്കിലും കഴിക്കാനൊക്കെ കിട്ടത്തുള്ളൂ. അപ്പം അതുകൊണ്ട് ആ ടാസ്ക് എല്ലാവരും മാക്സിമം ചെയ്യാൻ നോക്കും. ലാലേട്ടനോട് ഭയങ്കര ബഹുമാനക്കുറവ് കാണിക്കുന്നുള്ളത് ഭയങ്കര പുറത്തൊരു കമന്റ്. അത് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം നമ്മുടെ സീസണിലൊക്കെ എല്ലാവരും ലാലേട്ടൻ എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് എൻ്റെ സീസണേ പറയാൻ പറ്റുള്ളൂ. ബാക്കിയുള്ള സീസൺ എല്ലാം കണ്ടിട്ടൊന്നുമില്ല. നമുക്ക് ഭയങ്കര പേടിയും ഇതൊക്കെയായിരുന്നു. ആളുടെ വായിൽ നിന്നൊക്കെ എന്തെങ്കിലും ചടുമ്പോഴത്തേക്കും ഒരു സങ്കടമൊക്കെ ആയിരുന്നു. പക്ഷെ ഇതിപ്പം പലർക്കും കാലഘട്ടം മാറി മാറി വരുമല്ലേ, നമുക്ക് നിർബന്ധിക്കാൻ പറ്റില്ലല്ലോ. എന്നെ റെസ്പെക്ട് ചെയ്യണമെന്ന് ലാൽ സാറിനും പറയാൻ പറ്റത്തില്ലല്ലോ. പക്ഷെ ഇപ്പം ലാലേട്ടൻ എനിക്ക് തോന്നുന്നു നിങ്ങളുണ്ടായിരുന്നപ്പോ കുറച്ചുകൂടെ മാറ്റമുണ്ട് ഇപ്പോഴത്തെ ലാലേട്ടന് ബിഗ് ബോസിൽ. അതെ, എല്ലാവരും പറയുന്നു ലാലേട്ടൻ ഗെയിം ചേഞ്ചർ ലാലേട്ടൻ. സത്യം, ആ ഒരു ലാലേട്ടന്റെ ഒരു പലപ്പോഴും തുറന്ന സമീപനം എനിക്ക് തോന്നുന്നു ഈ ഒരു സീസൺ മുതലാണെന്ന് തോന്നുന്നു. മറ്റേതൊക്കെ കുറച്ചു നമ്മുടെ സീസണിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അലറി വിളിച്ചൊക്കെ സാറ് വന്നിട്ടുണ്ട്, നമ്മളൊക്കെ വിറച്ചിട്ടുണ്ട്. പക്ഷെ ഈ ഒരു സീസൺ കുറച്ചും കൂടി. പക്ഷെ നിങ്ങളുടെ സീസണിൽ ലാലേട്ടൻ ഈ ഒരു രീതിയിലായിരുന്നെങ്കിൽ വേറെ രീതിയിൽ അല്ല, നമ്മുടെ സീസണിൽ നല്ല വഴക്കൊക്കെ പറഞ്ഞിട്ടുണ്ട്. മറ്റേ പൊളിഫറോസിക്ക് സമയത്തൊക്കെ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടൊക്കെ വന്നിട്ടുണ്ട്. ഈ സീസണിൽ ആർക്കും വഴക്കിട്ടാലും ഒരു കുലുക്കല്ലാണ്ട് അതേപോലെ നിൽക്കും. ഇപ്പൊ അനിമോൾക്കൊക്കെ എന്ത് കിട്ടിയിട്ട് അതേപോലെ ഒരു കണ്ണീര് പോലും ഇല്ലാണ്ട് അതേപോലെ നിൽക്കുന്നു. കുറെ ആൾക്കാർക്ക് ഒരു കുലുക്കമില്ല. അല്ല, അങ്ങനെയല്ല. ഇപ്പൊ അനുമോളുടെ മനസ്സിൽ എന്താ ഓടുന്നതെന്ന് നമുക്കറിയില്ല. നമ്മൾ അനുഭവിക്കുമ്പോഴേ നമുക്ക് ആ ഫീല് മനസ്സിലാവുള്ളൂ. ഇപ്പൊ നമുക്ക് വേണമെങ്കിൽ ഫേക്കെന്നോ എന്ത് വേണമെങ്കിൽ പറയാൻ വേണമെങ്കിൽ, പക്ഷെ ആ കുട്ടിയുടെ ഉള്ളിൽ എന്താന്നുള്ളത് ആ കുട്ടിക്ക് അറിയത്തുള്ളൂ. കാരണം ആ സീസണിൽ നിന്ന് ഇറങ്ങി വന്നൊരു വ്യക്തിയാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ആരെയും ജഡ്ജ് ചെയ്യാനോ കുറ്റം പറയാനോ പറ്റില്ല. ഞാനൊരു ഡിപ്ലോമാറ്റിക് ആയിട്ട് പറയുന്നല്ല, ഇതാണ് റിയാലിറ്റി. ഫാൻസ് കൂടുതലുള്ളവർ കപ്പടിക്കും. അതൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? സൂര്യയുടെ ഒരു ഇതിൽ ആർക്ക് കപ്പ് കിട്ടണമെന്നാണ് ആഗ്രഹിക്കുന്നത്? ഞാൻ ആദ്യമേ പറഞ്ഞു, ഞാൻ സ്ഥിരമായിട്ട് ഗെയിം കാണുന്ന ഒരു വ്യക്തിയല്ല. ഞാൻ കാണാത്തൊരു ഗെയിമിനെ കുറിച്ച് ഞാൻ എങ്ങനെയാണ് അഭിപ്രായം പറയാം? ഏറ്റവും കൂടുതൽ ഡിസർവിംഗ് ആയിട്ടുള്ള ആൾക്കാർ ജയിക്കട്ടെ, അത്രയേ ഉള്ളൂ.